சபை சார்பாக லஜனத்துல் முஹ்சினீன் மஸ்ஜிதிலே வைத்து ஈசா தவா மஜ்லிஸ் நிறைவேற்றல் கூட்டம் நடக்குதுங்கிற தகவலை அறிந்து கேரளத்திலிருந்து அல்ஹம்துலில்லாஹ் உலமாக்கள் வருகிறாங்க. குறிப்பாக நம்முடைய ஃபஹ்ருதீன் பாக்கவி அவருடைய ஃபாசில் பாக்கவியுடைய அம்சம் இருக்கவங்க ஃபாசில் முத்தவுல்லா கூட ஓதுறவங்க அல்ஹம்துலில்லாஹ். கேரளத்தில் ஒரு பெரிய ஒரு வித்தியார்த்தி, ஒரு மஷூரான ஒரு பெரிய ஒரு பேச்சாளர் கபீர் பாக்கவி அல்ஹம்துலில்லாஹ். இன்னைக்கு யூடியூப்ல அவரோட ரெண்டு பெரிய அளவுக்கு இருக்குது அல்ஹம்துலில்லாஹ். அவர் உஸ்தாதோட முகப்பத்துக்காக வந்திருக்கிறார் இன்ஷா அல்லாஹ். அவங்க இப்போது கபீர் பாக்கவி இன்ஷா அல்லாஹ் நம்ம இடத்துல இன்ஷா அல்லாஹ் மலையாளத்தில் உஸ்தாத் வந்து சம்சாரிங்க இன்ஷா அல்லாஹ். தமிழ்ல சம்சாரிக்க மலையாளத்தில் بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനാദരവുള്ള സദാത്യങ്ങളെ ഉലമാക്കളെ ഉസ്താദുമാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിക്കൽ അവന് പൊരുത്തപ്പെട്ട അമലായി കബൂലാക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മഹാനായ ശൈഖുന വ മുർഷിദുന DSP സൈനുൽ ആബിദീൻ ഹദറത്ത് നവറല്ലാഹു ബറകതുഹു മഹാനവറുകളെ അനുസ്മരിക്കുന്നതിനും അവർക്ക് വേണ്ടിയുള്ള ഇസാലത്ത് സവാബ് ദുആഇനുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചിട്ടുള്ളത്. ഈ ഒരുമിച്ച ഈ സംഗമത്തിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പദം ഇബാദത്ത് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദിക്റു സ്വാലിഹീന ഇബാദത്തുൻ ഔ കമാ ഖാല ശരീഅന റസൂലുള്ളാഹി. ഇബാദത്ത് എന്ന് പറയുന്ന ആ പദത്തിന് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ, എന്തെല്ലാം സവിശേഷതകളുണ്ടോ, അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ടവരെ സ്മരിക്കുന്നത് ഇബാദത്ത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തിയ പദത്തിന്റെ മഹത്വവും അതിന്റെ അർത്ഥവും അതിന്റെ ഔന്നത്യവും എത്രമാത്രമുണ്ടോ ആ ഉള്ളത് അതേപടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസാണ് ഈ മജ്ലിസ് എന്നത് നമുക്ക് തർക്കമില്ല. കാരണം ഈ മജ്ലിസിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്ത് എന്ന് പരിചയപ്പെടുത്തിയ അതേ പദം ഈ മജ്ലിസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കാരണം മഹാനായ ശൈഖുന വ മുർഷിദുന സൈനുൽ ആബിദീൻ ഹദറത്ത് നവറല്ലാഹു ബറകതുഹു മഹാനായ ശൈഖുന സൈനുൽ ആബിദീൻ ഹദറത്തിന്റെ ബാല്യകാല പഠനത്തിലെ ശരീക്കായിരുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ വലിയ മഹാപണ്ഡിതനായിരുന്ന മൂസ ഉസ്താദ് നവറല്ലാഹു ബറകതുഹു അദ്ദേഹത്തിന്റെ ശിഷ്യനായി തിൽമീദായി മഹാനായ ശൈഖുൽ ഹദീസ് ശൈഖത്തുൽ ഹദറത്ത് നവറല്ലാഹു ബറകതുഹുവിന്റെ കേരളത്തിലെ പ്രശസ്തമായ സ്ഥാപനം ആലുവ ജാമിയ ഹസനിയിൽ തിൽമീദായി ഞാൻ പഠിക്കുമ്പോൾ മഹാനായ PSP ഹസ്രത്ത് ഇടയ്ക്കിടയ്ക്ക് തന്റെ ശരീക്കായിരുന്ന വടുതല മൂസ ഉസ്താദ് നവറല്ലാഹു ബറകതുഹുവിനെ കാണാൻ വരികയും കേരളത്തിൽ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ബഹുമാനപ്പെട്ട മൂസ ഉസ്താദിനെ കാണാൻ വരികയും ഏകദേശം ഞാൻ ഓതാൻ ഇറങ്ങി 3-ാം വർഷം പഠിക്കുന്ന ഏകദേശം ഖത്തറിന്റെ ഓതുന്ന സമയത്ത് മഹാനായ ഹദറത്തിന്റെ ആദ്യത്തെ നസീഹത്ത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നത് ഹദറത്ത് നവറല്ലാഹു ബറകതുഹുവിനെ ഇതുപോലെ എല്ലാവർക്കും ആദ്യം കണ്ടത് മുതൽ അവസാനം ഈ കൊറോണയ്ക്ക് 2 മാസം മുമ്പാണ് മഹാനായ ഹദറത്തിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഞങ്ങൾ മുലാഖാത്ത് നടത്തിയ എന്റെ സുഹൃത്തുക്കൾ. എല്ലാ വർഷവും ഞങ്ങൾ ഹദറത്തിൽ വന്ന് കാണലുണ്ട്. ഹദറത്തിന്റെ അവസാനം ഞങ്ങൾ ഹദറത്തിന്റെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളോട് ചില ഉപദേശങ്ങൾ തന്നിട്ട് ഒരു ഇജാസത്ത് തരാമെന്ന് പറഞ്ഞു. അതിന് ഈ ഇജാസത്ത് കരുതി നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. പക്ഷെ അല്ലാഹുവിന്റെ ഖദാ കൊറോണയായി നമുക്ക് കേരളത്തിൽ ഭയങ്കര രൂക്ഷമായി വരാൻ കഴിഞ്ഞില്ല. ശേഷം ഞങ്ങൾ വരാൻ വേണ്ടി തയ്യാറെടുത്തു.
ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ബാഖവി ഉസ്താദ് അവരെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോ ഉസ്താദ് ആശുപത്രിയിലാണ്, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ മകനെ ഞങ്ങൾ വോയിസ് വിട്ടു, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സാഹചര്യം അനുകൂലമാകുമ്പോൾ വരാൻ ഞങ്ങൾ കാത്തിരുന്നു, പക്ഷെ സാധിച്ചില്ല. അത് അള്ളാഹുവിന്റെ ഖദാഅാണ്. അള്ളാഹു മഹാനായ ഹദ്റത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഈ പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ സുഹൃത്തുക്കൾ, ഞങ്ങൾ 4 പേര്, നജീബ് ബാഖവി, ബിലാൽ ബാഖവി, ഹാഷിർ ബാഖവി, ഞങ്ങൾ ഒരുമിച്ചു യാത്ര തുടർന്നു. ഫഖറുദ്ദീൻ സാഹിബ് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത് ഈ പരിപാടിക്ക് വന്നു. അൽഹംദുലില്ലാഹ്. ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജനിച്ച് അവൻ മരിക്കുന്നതിനിടയിൽ അവൻ ചില അടയാളങ്ങൾ ഈ ലോകത്ത് നൽകും. ചിലർ ജനനം കൊണ്ട് തന്നെ ഈ ലോകത്ത് അടയാളപ്പെടുത്തും, ചിലര് തന്റെ കർമ്മങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തും, ചിലർ തന്റെ മരണം കൊണ്ട് അടയാളപ്പെടുത്തും. എന്നാൽ മഹാനായ ശൈഖുന പി.എസ്.ബി. ഹദ്റത്തിന് റളിയല്ലാഹു അൻഹു കർമ്മം കൊണ്ടും മരണം കൊണ്ടും ഈ ലോകത്ത് അടയാളപ്പെടുത്തി എന്നതിന്റെ വ്യക്തമായ അടയാളമാണ് നമ്മുടെ ഒരുമിക്കൽ തന്നെ. മഹാനായ പി.എസ്.ബി. ഹദ്റത്തിന്റെ ജീവിതം അടയാളപ്പെടുത്തിയത് നാം പറയുമ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉയർന്ന ആന്തരിക ബോധവും നല്ല സ്വഭാവ മഹിമയും ചെയ്യുന്ന കാര്യങ്ങളോട് നീതിയും എന്താണോ ചെയ്യേണ്ടത് അതിനോട് നീതിയും നന്മയും നോക്കി ചെയ്യുന്ന, സമൂഹത്തിൽ എന്താണോ ആവശ്യമെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു മഹാനായ പി.എസ്.ബി. ഹദ്റത്തിന്റെ റളിയല്ലാഹു അൻഹു. മാത്രമല്ല മഹാനവറുകളെ കുറിച്ച്, അതേ മഹാനവറുകളുടെ ഒരു സബത്തിനെങ്കിലും പങ്കെടുത്തവർക്ക് മഹാനവറുകളെ കുറിച്ച് പറയാൻ ഒരാളെ പറയാനുണ്ട്. ഒരുപാട് ഉസ്താദന്മാർ നമുക്കുണ്ടാകാം, പക്ഷെ പി.എസ്.ബി. ഹദ്റത്തുമായി ബന്ധപ്പെട്ട ബാഖവിയുടെ ബന്ധം ഒരിക്കലും ഒഴിയുന്നതല്ല എന്നത് പി.എസ്.ബി. ഹദ്റത്തിന്റെ മഹത്വമാണ്. മാത്രമല്ല മഹാനായ പി.എസ്.ബി. ഹദ്റത്ത് മരണം കൊണ്ട് ഇവിടെ അടയാളപ്പെടുത്തി എന്ന് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റ ഹദീസ്, മൗതുൽ ആലിമി മുസീബത്തുൻ ലാ തുജ്ബറു ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും പിഴവുകൾ നികത്തപ്പെടാൻ പറ്റാത്ത അത്രമാത്രം വലിയ മുസീബത്താണ് ഒരു ആലിമിന്റെ മരണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഈ മഹാനായ ഉസ്താദിന്റെ വേർപാട് വഫാത്ത് അത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു മുസീബത്താണെങ്കിൽ അത് ചരിത്രത്തിൽ മരണം കൊണ്ടും അടയാളപ്പെടുത്തിയ മഹാനായ മുർഷിദുന ശൈഖുന പി.എസ്.ബി. ഹദ്റത്തിന്റെ റളിയല്ലാഹു അൻഹു. മഹാനായ റളിയല്ലാഹു തആല പറഞ്ഞ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നു: ഒരു ആലിമിന്റെ മരണം, ഒരു ശരിയായ ആലിമിന്റെ മരണം, ഒരു ശരിയായ ആലിമിന്റെ മരണം 1000 ആബിദിനേക്കാൾ, രാവും പകലും നോമ്പും നിസ്കാരവുമായി കഴിയുന്ന 1000 ആബിദിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിഷമം, ലോകത്തിന് നഷ്ടം ഒരു ആലിമിന്റെ മരണമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് അത് അന്യർത്ഥമാണ്. അത് അതേപടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമാണ്. മഹാനായ ഹദ്റത്തിന്റെ മരണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ, അല്ലാഹു തആല ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവരെയും നമ്മയും നമ്മുടെ മറ്റ് അസാധ്യതമാർ, നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവരെല്ലാവരെയും അല്ലാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇതിന് അവസരം തന്ന ഇതിന്റെ സംഘാടകർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ നമ്മുടെ മുത്തവൽ സ്ഥാനിയിൽ എന്റെ കൂടെ 1ാം വർഷ മുത്തവൽ ശരീക്കായിരുന്ന എന്തെല്ലാം കേരളക്കാർക്ക് എല്ലാവർക്കും ഈ ഫഖറുദ്ദീൻ സാഹിബിന്റെ കാലഘട്ടത്തിലുള്ള മുഴുവൻ കേരളക്കാർക്കും ഇപ്പോഴും കേരളവും തമിഴ്നാടുമായി ഒരു ബന്ധം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് ഫഖറുദ്ദീൻ സാഹിബ്. അദ്ദേഹം ഇപ്പോഴും നമുക്ക് അവസരം തന്നതിന് എല്ലാവിധ നന്ദിയും ശുക്രും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടെ എല്ലാവരോടും ആ നിലയിൽ മഹാനായ